ജംസിയ നോക്ക ഇന്നൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിരിക്കണം. എന്താ നാട്ടിലെ സ്ഥിതി? ഇതൊക്കെ ഈ കെട്ടിച്ച പുതിയാപ്പിളമാരാ പ്രശ്നങ്ങളാണ്. എനിക്കിന്റെ പെങ്ങളെ കാര്യം അടിച്ചിട്ടും ചെറിയൊരു പേടിയുണ്ട്. അതെന്താ ജംസിയ അങ്ങനെ പറയാൻ കാരണം? ഓള് ഇന്നലെയും വിളിച്ചിരുന്നു. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. ഓൻ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് വാള ഉപദ്രവിക്കുന്നുണ്ടവന്. എന്നിട്ട് എന്റെ വാപ്പാടൊന്നും പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊന്നും എന്നിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുക. വാപ്പാനോട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം. എന്നിട്ട് വാപ്പ എന്താ പറഞ്ഞത്? പിന്നെ കുഞ്ഞോളിപ്പോ ഇന്നും വിളിച്ചിരുന്നു. ഓനിപ്പോ ഓനെ വല്ലാതെ ഉപദ്രവിക്കണ്ടല്ലോ അളയനെ. ഇനിയിപ്പോ എന്താ നമുക്ക് കാട്ടുക? ആ ഓളിച്ചും വിളിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഓളാ കല്യാണത്തിനും വേണ്ടിയിട്ടേ ബാങ്കിൽ നിന്ന് എടുത്ത ആ പൈസ ഇപ്പോഴും മര്യാദക്ക് അടച്ചു തീർന്നിട്ടില്ല. ഇജ് ഏതായാലും ഒന്നുകൂടി സബൂറാക്കാൻ പറയാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞൊക്കെ തുടങ്ങിക്കണില്ലേ ഓന്റെ ആ ശല്യം. ഓളിപ്പോ ദിവസം വിളിച്ച് ഇങ്ങനെ പറയില്ല. ഇപ്പൊ ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ നിക്കാൻ പറയാ? ഇജിപ്പോൾ ഏതായാലും ഒന്നുകൂടിയൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കും. ഒരു കുടുംബം കൂട്ടൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വാപ്പാന്റെ വർത്താനം കേട്ട് നിൽക്കണ്ട. ഇനി ആ കുട്ടീനെ അവിടെ നിർത്തിയാലേ ഇതേമായി കൊല്ലം ചെയ്യുമ്പോ നമ്മൾ മേപ്പെട്ട് നോക്കുള്ളൂ. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ആ കുട്ടീനെ നമ്മളാണ് പെരയ്ക്ക് കൊണ്ടുവരിക. അതാവും നല്ലത്. ഇത് പറഞ്ഞാണ് ശരി. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ മേപ്പെട്ട് നോക്കുള്ളൂ. ഏതാ ഞാൻ ഓളെ പോയിക്കാണ്ട് കൊണ്ടുവരാൻ കഴിയും. കുഞ്ഞോളെ കുഞ്ഞോൾ എന്താ എനിക്ക് വിളിച്ചിട്ട് വരാൻ വയ്യ? വിളിച്ചിട്ട് വരൂല വരൂല ആ പെണ്ണിനെ തച്ചു കൊല്ലാ ചങ്ങായി. ഇജത്താ പെണ്ണിനെ കാട്ടിന്റെ ആടെയാ കേറി കേരിത്തിലൊക്കെ മതിട്ടാ. നിങ്ങള് കുഞ്ഞോളോട് വിളിച്ചാണ്. കുഞ്ഞോളെ ജംഷി ഒന്നാണ്. കുഞ്ഞോളെ അനക്ക് എടുക്കാളൊക്കെ എടുത്തോ. ഇനി മതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാ. എന്താ അളിയാ പ്രശ്നം? ഇപ്പൊ അത്ര അർജന്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ഓളായിട്ട് ആണ് പോകണ്ട കേട്ടാ. ഇങ്ങോട്ട് പോരെ. ഇല്ല ജംസിയ, എന്റെ അളിയാന് ചെറിയൊരു സാധനം കൊടുക്കാണ്ട് ഇപ്പൊ വരട്ടാ. ഇതിപ്പോ എന്താ വിചാരിച്ചിക്കണ്ടേ? കുറെ കാലമായി ആ കുട്ടീനെ വിട്ട് ഇവിടെ അടങ്ങാറാക്കണം. ഓൾക്ക് അന്നെങ്കാട്ടി നല്ല ചെക്കന്മാരെ കിട്ടും. ഇജ എന്റെ പണി എന്താ നോക്കിപ്പോ ട്ടാ. അന്നെ പോലെയുള്ള ഓരോ ബഡ്കൂസാളുണ്ടായിട്ടാണ് ഈ നാട്ടിൽ ഇങ്ങനെ ആത്മഹത്യയും മറ്റും മറിച്ചും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് എന്നോ കിട്ടേണ്ട അടിയാണിത്. ഒഴിഞ്ഞു പോയതാണ്, ഇപ്പൊ കിട്ടി.